എന്റെ കുഞ്ഞുങ്ങളിൽ ഒരാളെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിളിക്കണമേ കർത്താവേ. ആഗനൈസ് ചെയ്ത ഒരു അമ്മ, പേര് എലിസ ജെർവിസ് എന്നാണ്. വലിയ ഫാമിലിയാ, ഒരുപാട് മക്കളുണ്ട്. അവരെ എല്ലാം കൂടി ഇവിടെ ഇരുത്തും. എന്നിട്ട് എല്ലാ ദിവസവും പറയും, എല്ലാവരും ദൈവഹിതത്തിൽ വളർന്നു വരണം, ഇതാണ് അമ്മയുടെ ആഗ്രഹം. പക്ഷെ ഇതിലൊരു മോൻ ഇതങ്ങോട്ട് ക്ലിക്ക് ആവുന്നില്ല. പക്ഷെ അമ്മ എന്തോ ചെയ്യുക? ആഗനൈസിംഗ് മദർ വിൽ ടീച്ച് ത്രൂ ഹർ ലൈഫ്. ആഗനൈസിംഗ് മദർ വിൽ പ്രേ ഓൺ ഹർ നീസ്. പ്രാർത്ഥിക്കുന്നു, പക്ഷെ ഈ ഒരു മോന് മാത്രം ഇത് മനസ്സിലാകുന്നില്ല. റേഞ്ച് വിട്ട് മോൻ പോവുക. ഒരു ദിവസം അമ്മ ഫാമിലി പ്രേയർ ഇരുത്തി എല്ലാ മക്കളെയും നോക്കിയിട്ട് നേരെ ഇവന്റെ മുമ്പിലോട്ട് പറഞ്ഞു ഒരു കാര്യം. നൗ ലോർഡ്, if my children go on in their sins, അവർ പാപത്തിൽ ഇനി തുടർന്നാൽ, it will not be from ignorance, അവരുടെ അജ്ഞതയിൽ നിന്നല്ലാതെ, എന്റെ ആത്മാവ് അവർക്കെതിരെ ന്യായവിധി ദിവസം സാക്ഷ്യം പറയും. അവർ അറിയാതല്ല പോയി പാപം ചെയ്തത്, അറിഞ്ഞിട്ടും അതിന് എഗൻസ്റ്റാ പോയത്. ചട്ടമ്പിയാള് കേട്ടോണ്ടിരിക്കുക. ഇത് അമ്മ ജീവിച്ചു, അമ്മ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ന്യായവിധി ദിവസം ഈ അമ്മ നിങ്ങൾക്കെതിരെ സാക്ഷ്യം പറയും. അത് കേട്ടോണ്ടിരുന്ന ഒരു മോൻ, അവന്റെ എനർജി അങ്ങ് പോയി താഴോട്ട്. പിന്നീട് വളർന്നു വന്നപ്പം പല ഇന്റർവ്യൂവിലും പറഞ്ഞത്, ഈ മോനോട് ചോദിക്കുന്നു ആൾക്കാർ ഇന്റർവ്യൂ ചെയ്യുമ്പം, എന്താ നിങ്ങൾ ഇത്ര ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കുന്നത്? ഈ മോൻ തിരിച്ചു പറഞ്ഞ എന്താണെന്നറിയോ? എന്റെ ചെവിയിൽ ഇപ്പോഴും കേൾക്കാം എന്റെ അമ്മയുടെ വാക്ക്. ആരാ ഈ മകനെന്നറിയാമോ? ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പ്രഭാഷകരിൽ ഒരാളായ, പ്രസംഗകരുടെ പ്രഭു എന്നറിയപ്പെടുന്ന ചാൾസ് സ്പർജൻ ആയിരുന്നത്. ഇന്ത്യയെ അടുത്ത ചാൾസ് സ്പർജന്മാർ നിങ്ങളുടെ ഭവനത്തിലുണ്ട്. പക്ഷെ ചാൾസ് സ്പർജൻ ആകാനാണോ ആഗ്രഹം എന്നുള്ളതാണ്. നമുക്ക് കിട്ടിയ വാഗ്ദത്തം വല്ലതും അതാണോ? നമുക്ക് കിട്ടിയ വാഗ്ദത്തം എല്ലാം ഹോസ്പിറ്റലിലൂടെ നടക്കുന്ന കണ്ടു, പെട്ടുപിടിച്ചോണ്ട് പോകുന്ന കണ്ടു. ആരെല്ലാം കാണുന്നുണ്ടോ ബൈബിൾ പിടിച്ചോണ്ട് നിൽക്കുന്ന മോനെ കാണുന്നു എന്ന്? അങ്ങനെയുള്ള വാഗ്ദത്തം എല്ലാം കിട്ടിയിട്ടുണ്ടോ? പലർക്കും കിട്ടും. എങ്ങനെയുള്ളതാണെന്നറിയോ? ഒരു കൈ ബൈബിളുണ്ട്, ഒരു കൈ ബാഗും ഉണ്ട്. ഇതൊക്കെ കേൾക്കുന്ന സന്തോഷമാ. എന്നാ കൈ ബൈബിൾ മാത്രമേ ഉള്ളൂ. കേട്ടിട്ടുണ്ടോ? ഒരു കൈയും ബൈക്കുണ്ട്, ഒരു കൈ ബൈബിളുണ്ട്. ദൈവം ഭാഗ്യം അവൻ വലിയവനാകും. അതിൽ സ്തോത്രം പറയുമോ? വിലപിച്ച് കരയുക, എന്റെ കുഞ്ഞുങ്ങളിൽ ഒരാളെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിളിക്കണമേ കർത്താവേ. അമ്മമാരുടെ പ്രാർത്ഥനകൾക്ക് ശക്തിയുണ്ട്, അമ്മമാരുടെ ഇടിവിൽ നിൽപ്പിന് ശക്തിയുണ്ട്. അമ്മമാര് ജാഗരിച്ചാൽ, അമ്മമാര് വിലപിച്ച് കരഞ്ഞാൽ, അഡ്മിഷന് വേണ്ടിയല്ല, വിസയ്ക്ക് വേണ്ടിയല്ല, അവന്റെ മേലുള്ള വിളിയെ ഉറപ്പിക്കണമേ. ദൈവഹിതം സംബന്ധിച്ച് അവൻ സ്ഥിരതയുള്ളവനാകുവാൻ ദൈവമേ അവനെ വിളിക്കണമേ എന്ന് മാതാക്കൾ കരയണം. ആഗനൈസ് ചെയ്യുന്നവർക്ക് ജീവിതം വേണം, ആഗനൈസ് ചെയ്യുന്നവർക്ക് പായും വേണം. ഇത് രണ്ടും കൂടെ ഉണ്ടെങ്കിൽ ഭർത്താവാകട്ടെ, തലമുറയാകട്ടെ, ഏത് സാഹചര്യമാകട്ടെ, അതിന്റെ നടുവിലൂടെ ദൈവത്തിന്റെ പ്രവൃത്തി, ദൈവത്തിന്റെ വെളിച്ചം, ദൈവത്തിന്റെ ഉത്തരം, ദൈവത്തിന്റെ വിടുതൽ, ദൈവത്തിന്റെ കൈ നീ കാണാൻ പോകുന്നു.